നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള കേഡറിലുള്ള IPS ഉദ്യോഗസ്ഥ ഡി ശിൽപയെ കർണാടക കേഡറിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കർണാടക സ്വദേശിനിയായ ഹർജിക്കാരിയെ കേരള കേഡറിൽ ഉൾപ്പെടുത്തിയത് തെറ്റായിട്ടാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് അമിത് റാവൽ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കർണാടക കേഡറിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ AIG ആണ്. 2015-ൽ കേഡർ നിർണയിച്ചപ്പോൾ ഉണ്ടായ പിഴവ് കാരണമാണ് കർണാടക കേഡറിൽ ഉൾപ്പെടാതെ പോയതെന്നായിരുന്നു ഹർജിക്കാരിയുടെ വാദം. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടാകാതെ വന്നതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേഡർ നിർണയത്തിൽ പിഴവുണ്ടായി എന്ന ഹർജിക്കാരിയുടെ വാദം കോടതി അംഗീകരിച്ചു. അഡ്വക്കേറ്റ് T. സഞ്ജയാണ് ഹർജിക്കാരിക്കായി ഹാജരായത്. കേരളത്തിന് ഇതോടുകൂടി നഷ്ടമാകുന്നത് ഒരു മികച്ച അന്വേഷകയാണ്. കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ AIG ആണ് നിലവിൽ ഹർജിക്കാരി. 2015-ലാണ് കേഡർ നിർണയിച്ചപ്പോഴുള്ള പിഴവ് മൂലം കർണാടക കേഡറിൽ ഉൾപ്പെടാതെ കേരളത്തിലേക്ക് എത്തിയത്. ഇത് അംഗീകരിച്ച ഡിവിഷൻ ബെഞ്ച് 2 മാസത്തിനുള്ളിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു. ബംഗളൂരു സ്വദേശിയായ ശിൽപ ഇലക്ട്രോണിക്സിൽ BTech ബിരുദവും MBAയും നേടിയ ശേഷം ഡാറ്റ കൺസൾട്ടൻസി സർവീസസിൽ ബിസിനസ് അനലിസ്റ്റായിരിക്കെയാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്. വിവാഹിതയും അമ്മയുമായ ശേഷമായിരുന്നു ഇത്. 2016-ൽ കേരള കേഡറിൽ നിയമനം ലഭിച്ചു. കാസർഗോഡ്, കണ്ണൂർ ASP, വനിതാ ബറ്റാലിയൻ കമാൻഡന്റ്, കോട്ടയം SP എന്നീ തസ്തികകൾ വഹിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ CBIയിലേക്ക് മാറുന്നുവെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ 5 വർഷത്തേക്കായിരുന്നു നിയമനം. ഇതോടെ താൽക്കാലിക ചുമതല കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പാലിവാളിനെ നൽകി കാസർഗോഡ് വിട്ടു. കാസർഗോഡ് ജില്ലയുടെ പോലീസ് മേധാവിയായി 2ാം തവണയാണ് കർണാടക സ്വദേശിനിയായ ശിൽപ 2024 ഓഗസ്റ്റിൽ ചുമതലയേറ്റത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രോക്യൂർമെന്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നാണ് കാസർഗോട്ടേക്കുള്ള 2ാം വരവ്. ഇവിടെ നിന്ന് മാറിയ ശേഷം ശിൽപ CBIയിൽ ചുമതലയേറ്റില്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല. തൊട്ടതെല്ലാം പൊന്നാക്കിയ കേരള പോലീസിലെ വനിതാ അന്വേഷണ മികവായിരുന്നു ശിൽപ. 2016-ൽ IPS ബാച്ചുകാരിയായിരുന്ന ഇവർ പോലീസ് സേനയിൽ ആദ്യ നിയമനം കാസർഗോഡായിരുന്നു. 2019-ൽ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായിട്ടായിരുന്നു അന്ന് നിയമനം. 2020-ൽ ജില്ലാ പോലീസ് മേധാവിയായും പ്രവർത്തിച്ചു. കൂടത്തായി കൊലക്കേസ്, പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ മരണം, ഷാരോൺ വധക്കേസ് തുടങ്ങി കേരളത്തിൽ ഏറെ ചർച്ചയായ കൊലപാതക കേസുകളിൽ അന്വേഷണം നടത്തി പ്രതികളെ അഴിക്കുള്ളിലാക്കിയ ഡി ശിൽപ IPS കേരളം വിടുകയാണ്. അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകം. പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫാറൂഖിയ മസ്ജിദിന് സമീപത്തെ ബൈത്തുൽ റഹ്മയിലെ MC അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് വ്യക്തമായതിന് പിന്നിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡി ശിൽപയുടെ അന്വേഷണ മികവായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപയുടെ മേൽനോട്ടത്തിൽ DCRB DYSP KJ ജോൺസിന്റെയും ബേക്കൽ ഇൻസ്പെക്ടർ KP ഷൈന്റെയും നേതൃത്വത്തിലുള്ള 11-അംഗ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഈ കേസിലേക്ക് DYSP KJ ജോൺസനെ കൊണ്ടുവന്നത് ശിൽപയാണ്. ജോൺസിന്റെ അന്വേഷണ മികവ് അടുത്തുനിന്ന് അറിഞ്ഞ IPSകാരിയാണ് ശിൽപ. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തു. പാറശാലയിലെ ഷാരോൺ വധവും ഉരൂട്ടമ്പലത്തെ ഇരട്ടക്കൊലയും ജോൺസൺ തെളിയിച്ചപ്പോഴും അന്വേഷണ മേൽനോട്ടം ശിൽപയ്ക്കായിരുന്നു. ഷാരോൺ വധക്കേസിൽ കേസ് സമർത്ഥമായി അന്വേഷിച്ചതിന് കേരള പോലീസിനെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘത്തെ ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും പല ഘട്ടങ്ങളിലും വെല്ലുവിളി നിറഞ്ഞപ്പോഴും ശിൽപ അടങ്ങുന്ന സംഘത്തിന്റെ കൃത്യമായ അന്വേഷണമാണ് കൊലയാളിയിലേക്ക് എത്തിച്ചത്. 85 ദിവസത്തിനകമാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഒടുവിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും വാങ്ങിക്കൊടുത്തു. അന്ന് പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ പ്രധാന പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് സ്വാഗതം ചെയ്യുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥ ഡി ശിൽപ പറഞ്ഞിരുന്നു. അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു. പ്രതിസന്ധികൾ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ കൂട്ടായ പ്രവർത്തനവും പ്രോസിക്യൂഷന്റെ മികവും പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തിയെന്നും ഡി ശിൽപ കൂട്ടിച്ചേർത്തിരുന്നു. ഷാരോൺ രാജ് വധക്കേസിൽ പോലീസിന്റെ അന്വേഷണ മികവിനെ കോടതിയും അനുമോദിച്ചിരുന്നു. കാമുകൻ ഷാരോൺ രാജിനെ കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. 2022 ഒക്ടോബർ 14-ന് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തി കഷായം ഷാരോണിന് നൽകുകയായിരുന്നു. ഒക്ടോബർ 25-ന് ചികിത്സയിലിരിക്കെയാണ് ഷാരോണിന്റെ മരണം സംഭവിച്ചത്. ഈ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ്
നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി 1-ാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിച്ചത്. കേസിൽ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മൽ കുമാറിനെ 3 വർഷം തടവ് ശിക്ഷയ്ക്കും കോടതി വിധിച്ചു. 2-ാം പ്രതിയായ അമ്മ സിന്ധുവിനെ നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു. മറ്റൊന്നാണ് കേരളത്തിലെ ഏറെ പ്രമാദമായിട്ടുള്ള കൂടത്തായി കൂട്ടക്കൊലക്കേസ്. കൂടത്തായി കൊലക്കേസ് ബന്ധുക്കളായ 6 പേരെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി ജോളിയായിരുന്നു. ഭർത്താവ് റോയ് തോമസ് ഉൾപ്പെടെ കൂടത്തായി പൊന്നമറ്റം തറവാട്ടിലെ 6 പേരാണ് 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. 2019 കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിഞ്ഞത്. 6 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ടാണ് കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 മരണങ്ങളും കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അന്വേഷണ സംഘം വിപുലീകരിച്ചപ്പോഴാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി KG സൈമണിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിയത്. അന്ന് കണ്ണൂർ ASP D ശില്പയും ഒപ്പം ചേർന്നു. അങ്ങനെ അന്വേഷണത്തിൽ പ്രതിയായ ജോളിയെ കണ്ടെത്താനും ശിക്ഷ വാങ്ങിച്ചു നൽകാനും ശില്പ അടങ്ങുന്ന അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു. കൊലപാതക കേസുകൾ കൂടാതെ നിരവധി മയക്കുമരുന്ന് വേട്ടയും D ശില്പയുടെ ലിസ്റ്റിലുണ്ട്. കോവിഡ് കാലത്ത് കാസർഗോഡ് മികച്ച പ്രവർത്തനം നടത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു. 2016 IPS ബാച്ചുകാരിയായ ശില്പ ജില്ലയുടെ പോലീസ് മേധാവിയായി 2-ാം തവണയാണ് എത്തിയത്. D ശില്പയെ പുതിയ ജില്ലാ പോലീസ് മേധാവിയായി വീണ്ടും നിയമിച്ചത് ഈ വർഷം ഓഗസ്റ്റിലാണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രോക്യൂർമെന്റ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറലായി ജോലി നോക്കുന്നതിനിടെയാണ് പുതിയ ചുമതല എത്തിയത്. ബംഗളൂരു HSR ലേഔട്ട് സ്വദേശിയായ ശില്പ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. നേരത്തെ 2020 കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി മികച്ച സേവനം കാഴ്ചവെച്ചിരുന്നു. കാസർഗോട്ടെ ആദ്യ വനിതാ ജില്ലാ പോലീസ് മേധാവി എന്ന പ്രത്യേകതയും ശില്പയ്ക്കുണ്ട്. ശില്പ പ്രൊബേഷന്റെ ഭാഗമായി കാസർഗോഡ് ASP ആയും പ്രവർത്തിച്ചിട്ടുണ്ട്. കുറ്റാന്വേഷണ രംഗത്തും മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥയാണ് ഇവർ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കാസർഗോഡിനെ അടുത്തറിയാവുന്ന പോലീസുകാരി. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ CBIയിലേക്ക് പോകുന്നത് പൂർണ്ണ സംതൃപ്തിയോടെയാണെന്ന് ശില്പ അന്ന് പ്രതികരിച്ചിരുന്നു. CBIയിലേക്ക് പോകുന്നത് നേരത്തെ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. രാജ്യത്തെ വലിയ അന്വേഷണ ഏജൻസിയുടെ ഭാഗമാകുന്നതിൽ സന്തോഷമുണ്ടെന്നും അന്ന് D ശില്പ പ്രതികരിച്ചിരുന്നു.